ഫുഡ് കണ്ടപ്പോഴത്തേക്കിനെ ഒരു രക്ഷയില്ല പുള്ളി. എന്ത് ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ന്യൂ ഫോറസ്റ്റിലുള്ളൊരു വൈൽഡ് ലൈഫ് പാർക്കിൽ വന്നിരിക്കുകയാണ്. ഈ ന്യൂ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ന്യൂ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പാർക്ക്. ഇതാണ് എൻട്രൻസ് വഴി അകത്തേക്ക് കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നോക്കണം. ഇതിൻ്റെ ക്ലോസിങ് ടൈം 5:30 കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് മറ്റേ ഈ വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ ലേബലൊക്കെ വെച്ചിട്ടുള്ള ഗ്ലാസ്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്രിഡ്ജിൻ്റെ മാഗ്നറ്റ്, കീ ചെയിൻസ്, അങ്ങനെ ടോയ്സ്, പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഈ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഭവം ഇത് കേട്ടോ. ചെറിയ ചെറിയ മാഗസിൻസ്, ഈ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറീസ്, പിന്നെ മൃഗങ്ങളെ പറ്റി, മരങ്ങളെ പറ്റി, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ടോയ്സ് കണ്ടോ, എന്ത് രസമായിട്ട് അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടേ. പിന്നെ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ മരത്തിൻ്റെ ഇതിൽ വരച്ചിട്ടുള്ള പിക്ചറുകൾ, ആ തടിയിൽ അങ്ങനെ ഫ്ലാറ്റാക്കിയിട്ട് അതിനകത്ത് ചെറുതായിട്ട് വരച്ചിരിക്കുന്ന പിക്ചറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പുകളുണ്ട്. പിന്നെ ചെറിയ രൂപങ്ങളുണ്ടോ, ഇത് മാനിൻ്റെയൊക്കെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളെ കുട്ടികൾക്കുള്ള. അത് വൺപോ ഇപ്പോഴും നമ്മുടെ മൂങ്ങയാന്ന് തോന്നുന്നു കേട്ടോ. ഈ ന്യൂ ഫോറസ്റ്റിലുള്ള മൂങ്ങകളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പുള്ളിക്കാരൻ ഉറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ. പോസ് ചെയ്തിരിക്കുകയാണ്, എല്ലാവരും വന്ന് കാണുന്നുണ്ടെന്ന് അറിയാം കേട്ടോ. മൂങ്ങയെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ, ഡീറ്റെയിൽസും ഫാക്ട്സും, പിന്നെ എൻ്റെ ഫുഡും ഹാബിറ്റും. മൂങ്ങയുടെ പ്രത്യേകത എന്നാണെന്നറിയാം? ഈ മൂങ്ങ നോർത്തേൺ ലോങ് ഏൺഡ് ഓൾ ആണെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് ഇത് ആക്റ്റീവ് ആവുന്ന നൈറ്റ് ടൈമിലായിരിക്കും. ഇതിന് ഭക്ഷണമായിട്ട് ഇവർ മെയിൻലി കൊടുക്കുന്നത് ചെറിയ സ്മോൾ മൊമൽസ്, പിന്നെ വോൾസ് ആൻഡ് മൈസ് ഒക്കെ ഇല്ലേ, ചെറിയ പക്ഷികൾ, അങ്ങനെ. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു 8 വർഷത്തോളം ഇത് ജീവിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ ഹബിറ്റൻ എന്ന് പറയുന്നത് ഡെൻസ് വുഡ്ലാൻഡ് നിയർ ഓപ്പൺ ഗ്രാസ് ലാൻഡ്സിലാണ്. ഇത് ഇപ്പം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ പോപ്പുലേഷന്. പിന്നെ ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് കാനഡ, നോർത്ത് അമേരിക്ക, നോർവേ, റഷ്യ, ഡെൻമാർക്ക്, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിങ് സ്പാനില്ലേ 95 സെൻറ്റിമീറ്റർ. ഇവിടുത്തെ മൂങ്ങയുടെ പേരെന്നാണെന്നറിയാം? ട്വിൽ.